ബോഡി മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഹാർട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. 8 മണി അല്ലെങ്കിൽ 7:30 ശേഷമുള്ള രാത്രി ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. ഉറക്കക്കുറവിൻ്റെ പ്രശ്നം വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാധനവും നമ്മളെ വളരെയധികം ഹൃദയത്തിനെ ദുർബലമാക്കും. നമസ്കാരം, ഞാൻ ഡോക്ടർ പത്മശ്രീ KM, ആയുർവേദ ഫിസിഷ്യൻ, സർവാംഗ ആയുർവേദ മുട്ടത്തറ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ചെറുപ്പക്കാരിൽ കണ്ടുവരുന്ന ഹൃദയാഘാതത്തിനെ പറ്റിയാണ്. ഇപ്പോൾ നമുക്കറിയാം, പൊതുവേ ഒരു 30 വയസ്സിന് താഴെ ഒരുപാട് പേർക്ക് ഈ ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നം ഉണ്ട്. പണ്ടൊന്നും ഇങ്ങനത്തെ ഒരു പ്രതീതി ഇല്ലായിരുന്നു. നേരത്തെ നമുക്ക് ഇത്തിരി നല്ല പ്രായമുള്ള ഒരാൾക്കാരിൽ മാത്രമാണ് ഈ ഒരു ഹൃദയാഘാതം അല്ലെങ്കിൽ സ്ട്രോക്ക് അങ്ങനത്തെ ഒരു ടെൻഡൻസിയൊക്കെ കാണുന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതും വളരെ വൈഡായിട്ട് അത് കണ്ടുവരുന്നു. ഒരുപാട് പേരിൽ അത് കണ്ടുവരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഒന്നെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ നമുക്കറിയാം ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം. ഇപ്പോൾ എല്ലായിടത്തും മുക്കിനും മൂലയിലും എല്ലാം ഒരുപാട് ഹോട്ടലുകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും പല പല സ്ഥലങ്ങളിൽ പോയി ട്രൈ ചെയ്യാനുള്ള ടെൻഡൻസികളുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുഞ്ഞു പിള്ളേർ അല്ലെങ്കിൽ 30 വയസ്സിന് താഴെയുള്ള യങ്സ്റ്റേഴ്സിൽ പൊതുവേ ഇപ്പോൾ IT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ വീട്ടിലെ ഭക്ഷണം ആയിരിക്കില്ല കഴിക്കുന്നത്, മിക്കപ്പോഴും പോയി ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഹോട്ടലിലെ ഭക്ഷണം നമുക്കറിയാം എപ്പോഴും ഈ എണ്ണ അവർ കറക്റ്റായിട്ടുള്ള എണ്ണ ആയിരിക്കില്ല. ചിലപ്പോൾ 2-3 ദിവസം പഴക്കമുള്ളതോ ഒരാഴ്ച വരെ പഴക്കമുള്ള എണ്ണയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ കെമിക്കൽസ് യൂസ് ചെയ്യും, അവർ പ്രിസർവേറ്റീവ്സ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട് ഈ ഒരു ഹോട്ടൽ ഫുഡിലെന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഈ പാക്കറ്റ് ഫുഡുകൾ, അതിൽ ഒരുപാട് ഉപ്പും അല്ലെങ്കിൽ ഷുഗർ അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ കേടായി പോകാതിരിക്കാനുള്ള പ്രിസർവേറ്റീവ്സൊക്കെ ഒരുപാട് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് വഴി നമുക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മയോണൈസിൻ്റെ ഒരു യൂസ്. അതിപ്പോൾ മന്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബർഗർ അങ്ങനെ എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ മയോണൈസിൻ്റെ യൂസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം വളരെയധികം ഉണ്ടാവും. അതുപോലെ അടുത്ത നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് വ്യായാമക്കുറവാണ്. അപ്പോൾ പൊതുവേ ഇപ്പം ഞാൻ പറഞ്ഞു, രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് ജോലി ചെയ്യുന്നവരായിരിക്കും. അവർക്ക് വ്യായാമം ചെയ്യാനുള്ള സമയം തീരെ കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരേ ഇരിപ്പായിരിക്കും, രാവിലെ മുതൽ രാത്രി വരെ അതേ ഇരിപ്പ്. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ ഒരേ ഇരിപ്പ് ഇരിക്കുന്നവരായിരിക്കും. ഇവർക്കൊന്നും ഒരു രീതിയിലുള്ള വ്യായാമവും ഇല്ല, അവർ ദേഹം അനങ്ങുന്നില്ല. ഇപ്പോൾ നമ്മൾ മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് നമ്മളെ ബോഡി മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ഹാർട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കണ്ടീഷൻ ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതേ ഒരു ഇരിപ്പിരിക്കുന്ന ഒരു അവസ്ഥയിലും ഇതുപോലെ പെട്ടെന്ന് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവർക്ക് ഈ ഒരു കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലായിരിക്കും, BP കൂടുതലായിരിക്കും, ഷുഗർ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊന്നും വ്യായാമം ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം കൂടി നിൽക്കുന്നൊരവസ്ഥ കാണും. അപ്പോൾ ഗ്രാജ്വലി ഇത് കൂടി വന്നിട്ട് ഒരു ദിവസം അറ്റാക്കായിട്ട് പുറത്ത് വരും. അപ്പോൾ അതൊരു വിഷയം തന്നെയാണ്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നീടുള്ളൊരു കാര്യമാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്സ് നമുക്കറിയാം, ഇപ്പോൾ ഇതുപോലെ തന്നെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളിൽ അല്ലെങ്കിൽ പല വർക്കുകളായിരിക്കും, ചിലർ 1-2 വർക്കൊക്കെ ചെയ്യുന്നവർ കാണും, 2-3 ഫീൽഡ് കൈകാര്യം ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ഒരേപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ അവർക്ക് ഈ ഒരു വർക്കിൻ്റെ ആ ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ ചിലർക്ക് വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്സ്, അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഇവർക്ക് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതുപോലെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നം വരും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഹോർമോണൽ ഇൻബാലൻസ് ഉണ്ടാകും. അപ്പോൾ ആ ഒരു സാധനവും നമ്മളെ വളരെയധികം ഹൃദയത്തിനെ ദുർബലമാക്കും. അപ്പം അത് കുറച്ച് നാളിങ്ങനെ ഒരു ഉറക്കക്കുറവൊക്കെ കുറേ നാൾ വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്നൊരു സ്ട്രോക്ക് അല്ലെങ്കിൽ പെട്ടെന്നൊരു ഹൃദയാഘാതമൊക്കെ ഉണ്ടാവും. മിക്കവരിലും നമ്മൾ അറിയുന്നില്ല, പക്ഷേ അവർ മൈൽഡായിട്ടൊക്കെ ഒരു അറ്റാക്കൊക്കെ വന്നിട്ട് പോയിട്ടുണ്ടായിരിക്കും. പക്ഷേ ചിലർ ആ ഒരു യങ്സ്റ്റേഴ്സ് ആയതുകൊണ്ട് അവർക്കത് അറിയാതെ പോകുന്നവരും ഉണ്ട്. പിന്നീടൊരു മാസീവ് അറ്റാക്കൊക്കെ വരുമ്പോഴായിരിക്കും അവർ തിരിച്ചറിയുന്നത്, നേരത്തെ ഒരു അറ്റാക്ക് വന്നിട്ടുണ്ട്, മൈൽഡ് അറ്റാക്ക് വന്നിട്ട് പോയിട്ടുണ്ടെന്നൊക്കെ അപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കുന്ന പോലും. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് ഫാക്ടറും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി 4ാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ജീനുകളുടെ മാറ്റമാണ്.
അപ്പോൾ ജീനുകൾ നമുക്കറിയാം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഹെൽത്തി ആയിട്ട് നമുക്കൊരു കുട്ടി ജനിക്കുന്നു, അവൻ 30 വയസ്സാകുമ്പോഴത്തേക്കും പല തരത്തിലുള്ള അമിതമായിട്ടുള്ള ഷുഗറിൻ്റെ യൂസ് അല്ലെങ്കിൽ പൊരിച്ച സാധനങ്ങൾ കഴിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 1-2 ദിവസമെങ്കിലും ബർഗർ, പിസ്സ അങ്ങനത്തെ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ജങ്ക് ഫുഡ്സൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരുപാടുള്ള ഉപയോഗം കാരണവും നമ്മുടെ ഈ ജീനുകളുടെ മാറ്റം വളരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രക്രിയ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു കുട്ടി ഈ ഒരു 30 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും വളരെയധികം മാറ്റത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരാളിൻ്റെ കുട്ടി ജനിക്കുന്ന സമയത്ത് അയാൾക്ക് ഹൈ റിസ്ക് ആണ് ഈ ഡയബറ്റീസ് അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോളിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ ഒരു പ്രശ്നം വരാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അതും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ജീൻസിൻ്റെ മാറ്റം നമ്മൾ ഇതുപോലെ പല രീതിയിലുള്ള ജങ്ക് ഫുഡ്സോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഈ അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗം മൂലമോ ഒക്കെ നമുക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരാം. അപ്പോൾ ഇതേപോലെ തന്നെ ഈ ഒരു ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസ് മൂലം നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രശ്നങ്ങൾ വരാം. അപ്പോൾ ഈ ഒരു 30 ഇയേഴ്സിലോ അല്ലെങ്കിൽ ഒരു കുറഞ്ഞ ഏജിൽ തന്നെയുള്ള ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ നമ്മൾ വിട്ടുപോകരുത്. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാനും ശ്രമിക്കണം. ഇപ്പോൾ ഈ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഉറക്കം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോവേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഈ ഫുഡ് കഴിക്കുന്നത് മാക്സിമം നമ്മളൊരു 8 മണി അല്ലെങ്കിൽ 7:30 ശേഷമുള്ള രാത്രി ഭക്ഷണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് പൊതുവേ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ ഒരു യങ്സ്റ്റേഴ്സിൽ ഉണ്ടാകുന്നൊരു ഹൃദയാഘാതത്തിൻ്റെ പ്രശ്നം കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ അറിഞ്ഞുകൂടാത്തവർക്കായിട്ട് ഷെയർ ചെയ്തും കൊടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്കിത് മനസ്സിലാവാത്ത കാര്യങ്ങളൊന്നുമല്ല, ഇത് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും പലരും അത് ചെയ്യുന്നില്ല. അപ്പം ഇത് ഇനിയെങ്കിലും അതൊന്ന് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക.